നമസ്കാരം. നമ്മുടെ ക്രിമിനൽ നിയമങ്ങളൊക്കെ വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് കേട്ടോ. ജയിലിന് പകരം വേറൊരു ശിക്ഷ. ആഹാ, കൊള്ളാമല്ലേ? പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഞാനൊരു സംഖ്യ കാണിച്ചു തരാം. ഒന്ന് നോക്കിക്കേ. 4944.7 കോടി രൂപ. ഹോ, എന്തൊരു വലിയ സംഖ്യയാണല്ലേ! ഇതെന്തിന്റെ കണക്കായിരിക്കും? വല്ല ഊഹമുണ്ടോ? പറഞ്ഞുതരാം. ഇത്രയും പണം, അതായത് ഏകദേശം 5000 കോടിക്കടുത്ത് നമ്മുടെ നാട്ടിലെ ജയിലുകൾ ഒരു വർഷം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ചെലവാക്കുന്നതാണ്. നമ്മുടെയൊക്കെ ടാക്സ് പണം. പക്ഷെ ഞെട്ടിക്കുന്ന കാര്യം ഇതൊന്നുമല്ല, വേറെയുമുണ്ട് ചില കണക്കുകൾ. അടുത്ത കണക്ക് ഇതാണ്: 130.9%. ഇതെന്താ സംഭവം? അതെ, ഇതാണ് നമ്മുടെ ജയിലുകളുടെ അവസ്ഥ. താങ്ങാൻ പറ്റുന്നതിനേക്കാൾ 130% കൂടുതൽ ആളുകളാണ് ചില ജയിലുകളിലുള്ളത്. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ജയിലുകൾ ഭയങ്കര ചെലവുള്ളത് മാത്രമല്ല, ആൾക്കാരെ കുത്തിനിറച്ച് അപകടാവസ്ഥയിലുമാണ്. അപ്പോ നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടെ ആഴത്തിലൊന്നിറങ്ങി നോക്കാം. ഇന്ത്യയിലെ ജയിലുകളുടെ പ്രശ്നം എന്താണെന്ന്. ഇത് വെറും അഴികൾക്കുള്ളിലെ ഒരു കഥയല്ല, അതിനേക്കാളൊക്കെ വലുതാണ്. നമ്മുടെ ജയിലുകൾക്കുള്ളിലെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നറിയോ? ദേശീയ ശരാശരി വെച്ച് നോക്കിയാൽ പോലും 100 പേർക്ക് താമസിക്കാനുള്ള സ്ഥലത്ത് 113 പേരാണുള്ളത്. ഒന്നാലോചിച്ചു നോക്കൂ. ഇത് കാരണം എന്താ സംഭവിക്കുന്നത്? ഭയങ്കര തിക്കും തിരക്കും, മോശം ജീവിത സാഹചര്യങ്ങൾ, പിന്നെ തടവുകാർക്ക് വരുന്ന മാനസിക പ്രശ്നങ്ങളും. പക്ഷേ ഇതിലൊക്കെ എന്നെ ഞെട്ടിച്ചത് വേറൊരു കാര്യമാണ്. ആരാണ് ഈ ജയിലിൽ കിടക്കുന്നവരിൽ ഭൂരിഭാഗവും? സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ടവരും, വിദ്യാഭ്യാസമില്ലാത്തവരും, പിന്നെ വിചാരണ പോലും കഴിയാതെ വർഷങ്ങളായി ജയിലിൽ കഴിയുന്നവരുമാണ്. ഈ കണക്കുകളെ കാണുമ്പോൾ ശരിക്കും തല കറങ്ങും. നോക്കൂ, ജയിലിലുള്ളവരിൽ 2/3 ഭാഗവും, അതായത് ഒരു 67%, വിചാരണ തടവുകാരാണ്. അതായത് കോടതി അവര് കുറ്റക്കാരാണെന്നിതുവരെ പറഞ്ഞിട്ടില്ല. അതിൽ തന്നെ ഒരു 28% പേർക്ക് എഴുതാനും വായിക്കാനും പോലും അറിയില്ല. അപ്പോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: ഈ സിസ്റ്റം ശരിക്കും നീതിയാണോ നടപ്പാക്കുന്നത്? അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു പുതിയ ആശയം വരുന്നത്. ജയിലിൽ അടക്കുന്നതിനു പകരം അവര് ചെയ്ത തെറ്റിന് സമൂഹത്തിനോട് തന്നെ ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ അവസരം കൊടുത്താലോ? അതാണ് കമ്മ്യൂണിറ്റി സർവീസ്, അല്ലെങ്കിൽ സാമൂഹിക സേവനം എന്ന ആശയം. വളരെ സിംപിളായി പറഞ്ഞാൽ, ജയിലിൽ കിടക്കുന്നതിനു പകരം കുറ്റം ചെയ്ത ആൾ സമൂഹത്തിന് ഉപകാരപ്രദമായ എന്തെങ്കിലും ജോലി സൗജന്യമായി ചെയ്യുന്നു. ഇതും ഒരു ശിക്ഷ തന്നെയാണ്, പക്ഷേ ജയിലിന് പുറത്തുള്ളൊരു ശിക്ഷ. അപ്പോ ജയിൽ ശിക്ഷയും ഈ സാമൂഹ്യ സേവനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ശരിക്കും ആകാശവും ഭൂമിയും പോലെയുള്ള വ്യത്യാസമുണ്ട്. ജയിൽ ഒരാളെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്നു. പക്ഷേ സാമൂഹിക സേവനം അവരെ സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ജയിലിന് സർക്കാരിന് ഭീമമായ ചിലവുണ്ട്, മറ്റേതിന് ചിലവ് തുച്ഛമാണ്. ജയിലിൽ പോയി വന്നാൽ പലരും സ്ഥിരം കുറ്റവാളികളാകാൻ സാധ്യതയുണ്ട്. എന്നാൽ കമ്മ്യൂണിറ്റി സർവീസിലൂടെ പുതിയ ജോലികൾ പഠിക്കാനും നല്ലൊരു ജീവിതം തുടങ്ങാനും അവസരം കിട്ടും. അപ്പോ എങ്ങനത്തെ ജോലികളായിരിക്കും ഇവർ ചെയ്യേണ്ടി വരിക? അത് പലതുമാവാം. ചിലപ്പോ പാർക്കുകളും റോഡുകളും വൃത്തിയാക്കുന്ന ജോലിയാകാം, അല്ലെങ്കിൽ മരങ്ങൾ നടുക, പൊതുസ്ഥലങ്ങളിലെ ചുവരെഴുത്തുകൾ മായ്ക്കുക, പെയിന്റ് ചെയ്യുക. അതുമല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിൽ പോയി പ്രായമായവരെ സഹായിക്കുക, ട്രാഫിക് പോലീസിന് സഹായിക്കുക, ആശുപത്രികളിൽ ചെറിയ ജോലികൾ ചെയ്യുക. അങ്ങനെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടണം, അതുമാത്രമാണ് ലക്ഷ്യം. ഓക്കെ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇതൊക്കെ നടക്കുമോ? ഇതുകൊണ്ട് ശരിക്കും കുറ്റകൃത്യങ്ങൾ കുറയുമോ എന്നൊക്കെയുള്ള സംശയം നിങ്ങൾക്കുണ്ടാകും. സ്വാഭാവികം. നമുക്ക് കണക്കുകൾ തന്നെ സംസാരിക്കട്ടെ. 2010 നെതർലൻഡ്സിലെ ഒരു യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തി. അവരുടെ കണ്ടെത്തൽ വളരെ വ്യക്തമായിരുന്നു. ജയിലിൽ കിടന്നവരേക്കാൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് സാമൂഹിക സേവനം ചെയ്തവർ വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ രീതിയാണ് കൂടുതൽ എഫക്റ്റീവ്. ആ പഠനത്തിലെ കണക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാര്യം പിടികിട്ടും. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരിൽ വീണ്ടും കുറ്റം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ സാമൂഹിക സേവനം കഴിഞ്ഞവരുടെ കാര്യത്തിലോ ആ സാധ്യത നന്നായി കുറയുന്നു. ഇത്രത്തോളം കുറയുന്നു എന്നല്ലേ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക്. ചെറിയൊരു ജയിൽ ശിക്ഷയ്ക്ക് പകരം കമ്മ്യൂണിറ്റി സർവീസ് ചെയ്താൽ വീണ്ടും കുറ്റം ചെയ്യാനുള്ള സാധ്യത കുറയുന്നത് ഏകദേശം 47%. അതായത് പകുതിയോളം കുറവ്. ഇത് ചെറിയ കാര്യമല്ല. ഇനി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചുവരാം. ഇത്രയും നല്ലൊരു ഓപ്ഷന് ഇന്ത്യയിൽ എന്താണ് സ്ഥാനം? ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാറ്റം വരുന്നത്.
അതെ, സംഭവം ഒഫീഷ്യലായി ബ്രിട്ടീഷുകാരുടെ കാലത്തെ നിയമങ്ങളൊക്കെ മാറ്റി പുതിയതായി വന്ന ഭാരതീയ ന്യായ സംഹിത അഥവാ BNS സാമൂഹിക സേവനത്തെ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഔദ്യോഗിക ശിക്ഷയായി അംഗീകരിച്ചിരിക്കുകയാണ്. ഇതൊരു ചരിത്രപരമായ നീക്കം തന്നെയാണ്. പക്ഷെ എല്ലാ കുറ്റങ്ങൾക്കും ഈ ശിക്ഷ കിട്ടില്ല കേട്ടോ. BNS പ്രകാരം അത്ര വലിയ ഗൗരവമില്ലാത്ത ചില കുറ്റങ്ങൾക്കാണ് ഇത് കൊടുക്കാൻ പറ്റുക. ഉദാഹരണത്തിന്, ആദ്യമായി 5000 രൂപയിൽ താഴെ വില വരുന്ന എന്തെങ്കിലും മോഷ്ടിക്കുക, മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളമുണ്ടാക്കുക, അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് മോശമായി സംസാരിച്ച് അപമാനിക്കുക. ഇതുപോലുള്ള കേസുകളിൽ കോടതിക്ക് ഇനി പ്രതിയെ ജയിലിൽ വിടുന്നതിന് പകരം കമ്മ്യൂണിറ്റി സർവീസിന് അയക്കാം. ഈയൊരു മാറ്റം പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. ഇതിനു പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. 1978 തന്നെ പാർലമെന്റിൽ ഇതിനായി ഒരു ബിൽ വന്നെങ്കിലും അത് പാസ്സായില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ലോ കമ്മീഷൻ പോലും ഈ ഐഡിയയെ തള്ളിക്കളഞ്ഞു. പക്ഷേ നമ്മുടെ കോടതികൾ ഇതിന്റെ ഗുണം തിരിച്ചറിഞ്ഞു. പല കേസുകളിലും ജഡ്ജിമാർ സ്വന്തം അധികാരം ഉപയോഗിച്ച് പ്രതികൾക്ക് സാമൂഹിക സേവനം ശിക്ഷയായി നൽകാൻ തുടങ്ങി. അങ്ങനെ പതിറ്റാണ്ടുകൾ നീണ്ട ആ ഒരു യാത്രയുടെ വിജയമാണ് നമ്മൾ 2023 BNSലൂടെ കണ്ടത്. അപ്പോ നമ്മളൊരു പുതിയ യുഗത്തിലേക്കാണോ കാലെടുത്തു വെക്കുന്നത്? ജയിലറകൾ ഇല്ലാത്ത ഒരു നീതിന്യായ വ്യവസ്ഥയുടെ തുടക്കമാണോ ഇത്? ഇതിന്റെ സാധ്യതകൾ വളരെ വലുതാണ്. ഒന്നാമത്, ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാം. രണ്ടാമത്, സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപ ലാഭിക്കാം. ഏറ്റവും പ്രധാനമായി, കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ, കുറ്റവാളിക്കും സമൂഹത്തിനും ഒരുപോലെ ഗുണമുള്ള ഒരു വിൻ-വിൻ സിറ്റുവേഷനാണിത്. അപ്പോ പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം മാത്രം. ചിലർക്ക് തോന്നാം ഇതൊക്കെ കുറ്റവാളികൾക്ക് കൊടുക്കുന്നൊരിളവല്ലേന്ന്. മറ്റു ചിലർ ചിന്തിക്കും ഇതല്ലേ കൂടുതൽ സ്മാർട്ടായൊരു വഴിയെന്ന്. അപ്പോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ് ശരി? ജയിലിൽ അടച്ച് അവരെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി അകറ്റുന്നതാണോ, അതോ അവർക്ക് തിരുത്താൻ ഒരു അവസരം കൂടി നൽകി സമൂഹത്തിന്റെ ഭാഗമാക്കുന്നതാണോ ശരിക്കുള്ള നീതി? ഒന്നാലോചിച്ചു നോക്കൂ. അടുത്ത തവണ കാണാം.